ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം കഴിഞ്ഞാൽ 9 നക്ഷത്ര ജാതകരുടെ സമയം തെളിയും. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുവാൻ പോകുന്നു. അതായത് മിഥുന രാശിയിൽ രൂപപ്പെടുന്ന മഹാലക്ഷ്മി രാജയോഗത്താൽ ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ബമ്പർ നേട്ടങ്ങളാണ് വന്നു ചേരുക. അതായത് ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ യോഗങ്ങളിൽ ഒന്നാണ് ഈ മഹാലക്ഷ്മി രാജയോഗം. അതിനാൽ തന്നെ ഈ യോഗം വരുന്ന വ്യക്തികൾക്ക് സമ്പത്ത്, വിജയം, സമൃദ്ധി, ആഡംബരം എന്നിവ ഈശ്വരൻ സമ്മാനിക്കും. ഈ യോഗത്താൽ ഈ ആളുകളുടെ ജീവിതത്തെ തന്നെ ശരിക്കും മാറ്റി മറിക്കുന്നതാണ്. ഈ യോഗം വന്നു ചേരുന്നത് ആഗസ്റ്റ് 9-നാണ്. നിലവിൽ ചൊവ്വ മിഥുനത്തിലാണ്. ഇനി ആഗസ്റ്റ് 9-ന് ചന്ദ്രനും ഈ രാശിയിലേക്ക് വന്നു ചേരും. ഇതോടെ ചൊവ്വ ചന്ദ്ര സംയോഗം ഉണ്ടാകുകയും ഇതിൽ നിന്നും മഹാലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഈയൊരു യോഗത്തിലൂടെ ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകർ വളരെയധികം അഭിവൃദ്ധിയിലേക്കും ബമ്പർ നേട്ടങ്ങളിലേക്കും കുതിക്കുന്നതാണ്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ഈയൊരു നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം മകയിരം നക്ഷത്ര ജാതകരാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി പല വിധത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിത ചെലവുകൾ, കടബാധ്യതകളെക്കുറിച്ചുള്ള ആശങ്ക, തൊഴിൽ രംഗത്തെ കാലതാമസം, പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്ത അംഗീകാരം തുടങ്ങിയ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടായേക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, മനസ്സമാധാനം കുറയുക, അതുപോലെ എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെന്ന തോന്നൽ എന്നിവയും നിങ്ങൾക്ക് അലട്ടിയിരിക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ക്ഷീണം, മാനസികമായ സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവയും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും അവസാന നിമിഷം മങ്ങുന്നത് പോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചവരാണ്. എന്നാൽ ജ്യോതിഷപ്രകാരം, വിശ്വാസപ്രകാരം ഈയൊരു മഹാലക്ഷ്മി രാജയോഗത്താൽ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനുള്ള കാലഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ ക്രമേണ മാറിത്തുടങ്ങും. കുടുംബത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കും. സാമ്പത്തികമായി ആശ്വാസം ലഭിക്കുവാനുള്ള അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഈയൊരു സമയം നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും നടക്കുവാനും തൊഴിൽ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ പ്രതീക്ഷകൾ ഉദിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ എത്തും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും സഹകരണവും വർദ്ധിക്കുന്നതാണ്. ധനകാര്യത്തിൽ കൂടുതൽ സ്ഥിരത കൈവരിക്കുക തുടങ്ങിയ അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ അനുഭവിച്ചറിയുവാൻ കഴിയുന്നതാണ്. മകയിരം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചൊവ്വയുടെ അതിദേവതകളായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നിത്യവും ഭജിക്കാം. അതുപോലെ മകയിരം നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ അവിട്ടം, ചിത്തിര നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. സാധ്യമാകുമെങ്കിൽ ദേവി പ്രീതികരമായ പൗർണമി വ്രതവും സുബ്രഹ്മണ്യ പ്രീതികരമായ ഷഷ്ഠി വ്രതവും അനുഷ്ഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരായ നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും പല കാര്യങ്ങളും പ്രതീക്ഷിച്ച സമയത്ത് പൂർത്തിയാകാതെ പോകുക, ജോലിയിൽ അംഗീകാരം വൈകുക, സാമ്പത്തികമായി അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുമായുള്ള തെറ്റിദ്ധാരണകൾ, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ എന്നിവയും അനുഭവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുകയും ജോലി തേടുന്ന
ആളുകൾക്ക് നിങ്ങൾക്കുള്ള അവസരങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്തേക്കാം. ഇതെല്ലാം കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടകാലം എപ്പോൾ അവസാനിക്കും എന്ന ചിന്തയിലാണ് പലരുടെയും ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാലക്ഷ്മി യോഗത്താൽ നിങ്ങൾക്ക് അനുകൂല സ്വാധീനം ശക്തമാക്കുന്ന ഘട്ടങ്ങളിൽ ജീവിതത്തിൽ ക്രമേണ ശുഭമാറ്റങ്ങൾ പ്രകടമാകുന്ന കാലമാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ കുറയുകയും വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും നടന്നു കിട്ടുന്നതാണ്. വീട്ടിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുക, കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും വർദ്ധിക്കുക, പ്രത്യേകിച്ചും സമാധാനപരമായ അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുക എന്നിവയെല്ലാം തന്നെ അനുഭവയോഗ്യമാണ്. പ്രത്യേകിച്ചും തൊഴിൽ, വ്യാപാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ്. ഈയൊരു കാലഘട്ടം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും കുടുംബത്തിൽ കൂടുതൽ സ്ഥിരതയും സന്തോഷവും നൽകുന്ന ഒരു തുടക്കമായി മാറും. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിച്ച് ശിവപ്രീതി വരുത്തണം. നിത്യവും ശിവപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ കേതു, ശനി, സൂര്യദശ കാലയളവിൽ ഭക്തിയുടെ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കാം. അതുപോലെ തന്നെ പക്ക പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും ഉത്തമമാണ്. അതുപോലെ സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിച്ച് നാഗപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ ചില മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. എത്ര പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ വൈകിപ്പോകുക, നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ പോകുക, തൊഴിൽ മേഖലയിൽ സ്ഥിരത കുറയുക തുടങ്ങിയ അവസ്ഥകൾ പലരെയും അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ അനിശ്ചിതത്വം, അപ്രതീക്ഷിതമായ ചെലവുകൾ, കടബാധ്യതയുടെ സമ്മർദ്ദം എന്നിവയും ചില കുടുംബങ്ങളിൽ വളരെയധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുകയും മനസ്സമാധാനം കുറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും ചിലർക്കുണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുക, മത്സര പരീക്ഷകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം വൈകുക, ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കുവാൻ കാലതാമസം അനുഭവിക്കുക എന്നിവയെല്ലാം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളായി കാണപ്പെടുന്നു. ഇതെല്ലാം കാരണം ജീവിതത്തിൽ ഒരു തളർച്ചയും ആശങ്കയും അനുഭവപ്പെടുന്ന അവസ്ഥ ഞാൻ ഈ പറഞ്ഞ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ജ്യോതിഷപ്രകാരം ഈയൊരു മഹാലക്ഷ്മി യോഗത്താൽ അനുകൂല സ്വാധീനം നിങ്ങൾക്ക് ശക്തമാക്കുന്ന സമയമാണ്. ക്രമേണ ഈ ദുരിതങ്ങളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ സാമ്പത്തികമായ സമ്മർദ്ദം കുറയുകയും വരുമാന മാർഗങ്ങൾ ശക്തമാകുകയും ചെയ്യും. പ്രത്യേകിച്ചും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ വീണ്ടും സജീവമാകുകയും ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുകയും അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയം നേടുവാനുള്ള ഭാഗ്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വിദേശ പഠനത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിസ, അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല പുരോഗതി ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ല ബന്ധങ്ങൾ ഉറപ്പാകുകയും ചെയ്യും. അതുപോലെ കുടുംബത്തിൽ സന്തോഷകരമായ വിവാഹ യോഗങ്ങൾ നടക്കുകയും സൽസന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തകൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പുതുവിളക്കായി ഒരു കുഞ്ഞിൻ്റെ വരവ് സംഭവിക്കുവാനും യോഗമുള്ള കാലമാണ്.
പുണർതം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ബുധ ശുക്ര ചന്ദ്രദശകളിൽ പക്ക പിറന്നാൾ തോറും വിഷ്ണു കൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പാൽ പായസം, തുളസിമാല, തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ മാനസികവും സാമ്പത്തികവുമായ വളരെയധികം വെല്ലുവിളികൾ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. എത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും ചില കാര്യങ്ങൾ അവസാന നിമിഷം വൈകിപ്പോവുക, പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കൂടുതൽ സമയമെടുക്കുക, തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ചിലരെ അലട്ടിയേക്കാം. അതുപോലെ തന്നെ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് കൂടുക, കടബാധ്യതകളെക്കുറിച്ചുള്ള ആശങ്ക, കുടുംബ ചെലവുകൾ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയെല്ലാം തന്നെ ഉണ്ടായേക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുമായുള്ള തെറ്റിദ്ധാരണകൾ, മനസ്സമാധാനം കുറയുക തുടങ്ങിയ സാഹചര്യങ്ങളും ചിലർക്ക് ജീവിതത്തിൽ ഉണ്ടാകും. പഠനത്തിലും ജോലിയിലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള പ്രതീക്ഷിച്ച പുരോഗതി വൈകുന്നതും നിങ്ങൾക്ക് നിരാശയ്ക്ക് കാരണമായി മാറുന്ന കാലമാണ്. എന്നാൽ ഈയൊരു മഹാലക്ഷ്മി യോഗത്താൽ അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ശക്തമാകുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ മുടങ്ങിക്കിടന്ന വീട് നിർമ്മാണം, ഭൂമി വാങ്ങൽ, സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ നിങ്ങൾക്ക് അനുകൂല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുവാനും മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുവാനുമുള്ള യോഗമുള്ള കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ഒരു സമയം ഭാഗ്യ പരീക്ഷണങ്ങളിൽ, അതായത് ലോട്ടറി ഉൾപ്പെടെയുള്ള ചില അപ്രതീക്ഷിത അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന കാലം കൂടിയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കുകയും സന്തോഷകരമായ വാർത്തകൾ എത്തിച്ചേരുകയും ചെയ്യും. പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം വളരെയധികം ദൃഢമാകുന്ന ഒരു കാലമാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താപ്രീതി വരുത്തണം. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ഉത്രം നക്ഷത്രം തോറും അന്നദാനം, ശാസ്താവിന് നീരാഞ്ജനം എന്നിവ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. പ്രത്യേകിച്ചും ഉത്രം നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രാടം, കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലും ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിത്യവും ശാസ്ത്ര പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്ന കാലമാണ്. എത്ര ആത്മാർത്ഥമായി പരിശ്രമിച്ചാലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച സമയത്ത് നടന്നു കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അംഗീകാരം വൈകുക, സാമ്പത്തികമായി അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടിയിരിക്കാം. അതുപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബന്ധുക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ എന്നിവയെല്ലാം തന്നെ നിങ്ങളെ അലട്ടിയിരുന്ന കാര്യങ്ങളാണ്. അതുപോലെ വരുമാനം ഉണ്ടായിട്ടും അത് നിലനിർത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കടബാധകളെക്കുറിച്ചുള്ള ആശങ്ക, ഇവയെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയും ചെയ്തിരിക്കാം. പഠനം, തൊഴിൽ, വ്യാപാരം എന്നിവയിൽ പ്രതീക്ഷിച്ച പുരോഗതി വൈകിയതും നിങ്ങൾക്ക് വളരെയധികം നിരാശയ്ക്ക് കാരണമായ കാര്യങ്ങളാണ്. എന്നാൽ മഹാലക്ഷ്മി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വരുന്ന ഈയൊരു സമയം നിങ്ങൾക്ക് വളരെയധികം ശുഭപരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂല സാഹചര്യം രൂപപ്പെടുവാനും വീട് നിർമ്മാണം അല്ലെങ്കിൽ സ്വന്തമായി വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാനുമുള്ള അവസരമുണ്ടാകും.
ഭൂമി വാങ്ങൽ, സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിലും മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളിലും ഇവയെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന സമയമാണ്. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂല വാർത്തകൾ ലഭിക്കും. അതുപോലെ മത്സര പരീക്ഷകളിലും വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ മുന്നേറ്റം കൈവരിക്കുവാനും യോഗമുള്ള സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷപരിഹാരത്തിനുമായി ഗണപതി പ്രീതി വരുത്തുവാൻ കറുകമാല സമർപ്പിക്കുക. അതുപോലെ ശനി, രാഹു, കേതു എന്നീ ദശാകാലത്ത് ദോഷപരിഹാരം നടത്താം. അതുപോലെ നിത്യവും ഗണപതിയെയും സൂര്യഭഗവാനെയും ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകരായ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും നേരിടേണ്ടി വന്ന ആളുകളാണ്. എത്ര ശ്രമിച്ചാലും അതിനുള്ള ഫലം ലഭിക്കാതിരിക്കുക, സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരുക, തൊഴിൽ രംഗത്ത് കാലതാമസവും അനിശ്ചിതത്വവും അനുഭവപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങൾ ചിലരെ വളരെയധികം അലട്ടിയിരിക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുമായുള്ള പിണക്കം, മനസ്സമാധാനം കുറയുന്ന അനുഭവങ്ങൾ എന്നിവയും നിങ്ങൾക്ക് അനുഭവമാണ്. ചിലർക്ക് ഭൂമി, വീട്, സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ മുടങ്ങിക്കിടക്കുകയോ നിയമപരമായ നടപടികൾ വൈകുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം കാരണം മനസ്സിൽ വളരെയധികം നിരാശയും ആശങ്കയും വർദ്ധിച്ചിരിക്കാം. എന്നാൽ ജ്യോതിഷപ്രകാരം ലക്ഷ്മി മഹായോഗത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്ന ഒരു കാലമാണ്. ഈയൊരു കാര്യത്താൽ ജീവിതത്തിൽ വളരെയധികം ശുഭപരിവർത്തനങ്ങൾ ആരംഭിക്കും. കുടുംബത്തിലെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുകയും മനസ്സമാധാനം, ഐക്യം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും. സൽസന്താനഭാഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ജീവിത മുന്നേറ്റങ്ങളിലും വളരെയധികം പുരോഗതി വന്നു ചേരും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുവാനും കോടതി, നിയമം, ഭരണ സേവനം തുടങ്ങിയ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അനുകൂലമായ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന വീട് നിർമ്മാണം, ഭൂമി വാങ്ങൽ, സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ പുരോഗതി കൈവരിക്കുവാനും കുടുംബത്തിൽ കൂടുതൽ സ്ഥിരതയും സുരക്ഷിതത്വവും ലഭിക്കുന്ന ഒരു കാലമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ചിത്തിര നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ചൊവ്വയുടെ അതിദേവതകളായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും നിത്യം ഭജിക്കാം. ചിത്തിര നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ അവിട്ടം, മകീരം നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്നതും വഴിപാടുകൾ സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് മകര രാശിക്കാരായി നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പലവിധ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണ്. എത്ര അധ്വാനം ചെയ്താലും അതിനൊത്ത ഫലം വൈകുക, ജോലിയിൽ അംഗീകാരം ലഭിക്കുവാൻ കാലതാമസമുണ്ടാകുക, സാമ്പത്തികമായി അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കുക, രോഗങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെയധികം മാനസികമായി തളർത്തിയിരിക്കാം. കുടുംബ ചെലവുകൾ ഉയരുക, കടബാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുക, ബന്ധുക്കളുമായി പിണക്കങ്ങൾ ഉണ്ടാകുക എന്നിവയും മനസ്സമാധാനം കെടുത്തിയിരിക്കാം. വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് പ്രതീക്ഷിച്ച ഒരു ലാഭം വൈകുകയും ജോലി തേടുന്ന ആളുകൾക്ക് അവസരം ലഭിക്കുവാൻ കൂടുതൽ കാത്തിരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ വീട്, ഭൂമി, സ്വത്ത് സംബന്ധമായ ചില കാര്യങ്ങൾ മുടങ്ങുകയോ അനാവശ്യമായ തടസ്സങ്ങൾ നേരിടുകയോ ചെയ്തതിനാൽ നിരാശയും ആശങ്കയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈയൊരു മഹാലക്ഷ്മി യോഗത്തിൻ്റെ അനുകൂല ഫലങ്ങൾ ശക്തമാക്കുന്ന ഈയൊരു സമയത്ത് ജീവിതത്തിൽ ശുഭപരിവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുകയും ചെയ്യും. വീട്ടിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക്
അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മത്സര പരീക്ഷകളിൽ മികച്ച മുന്നേറ്റം കൈവരിക്കുവാനുമുള്ള യോഗമുണ്ട്. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ചിലർക്ക് അപ്രതീക്ഷിത ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. മുടങ്ങിക്കിടന്നിരുന്ന വീട് നിർമ്മാണം, ഭൂമി വാങ്ങൽ, സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ പുരോഗതി ദൃശ്യമാകും. ഈയൊരു മഹാലക്ഷ്മി യോഗത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും നിറയ്ക്കട്ടെ. ആത്മവിശ്വാസം കൈവിടാതെ സത്യസന്ധമായി പരിശ്രമിക്കുക. നല്ല പ്രവൃത്തികളും ദാനധർമ്മങ്ങളും തുടരുകയും ചെയ്യുന്നത് ഈയൊരു ശുഭകാലത്തിൻ്റെ ഗുണാനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കുവാൻ ഈശ്വരൻ തുണയായി മാറട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.